പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാറിയ പാഠപുസ്തകങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മാറിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ സെക്കൻഡ് പാർട്ടിലെ പുതിയൊരു ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഫുള്ള് നോക്കി, സെക്കൻഡ് പാർട്ട് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നോക്കി. ഇന്നത്തെ ക്ലാസ് നമ്മൾ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചും തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമുക്ക് പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകളുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, LGS, 10th പ്രിലിംസ്, HS, KTET, LPUP മിഷൻ 2026-27 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു SCERT പാഠപുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഉറപ്പായും SCERT പാഠപുസ്തകങ്ങൾ ചോദ്യങ്ങളുണ്ടാവും. 100 ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ 40 ചോദ്യമെങ്കിലും മിനിമം SCERT പാഠപുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് പി എസ് സി നടത്തി വരുന്നത്. അപ്പോൾ നമ്മൾ പഴയ പാഠപുസ്തകങ്ങളും പുതിയ പാഠപുസ്തകങ്ങളും മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും പോകാനായിട്ട്. അപ്പോൾ ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാൻ ഈസിയാണ്. പക്ഷേ അത്രമാത്രം ചാപ്റ്റേഴ്സും കാര്യങ്ങളും അതിനകത്ത് ഒരുപാട് ഫാക്റ്റുകളും പോയിന്റുകളും ഒക്കെ അടങ്ങുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനകത്ത് ആക്ടിവിറ്റീസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തുമാത്രം പഠിച്ചാൽ മതി, മെയിൻ ഫാക്റ്റുകളും മെയിൻ ടോപ്പിക്കുകളും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ മെയിൻ ഫാക്റ്റുകളെ മെയിൻ ടോപ്പിക്കുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പുതിയ SCERT 5, 7, 9 മാറിയ SCERT, നേരത്തെ ഉണ്ടായിരുന്ന 5, 7, 9 SCERT, അതുകൂടാതെ 6, 8, 10 തുടങ്ങി ഇപ്പോൾ നിലവിലുള്ള 6, 8, 10 SCERTയുടെ ഒക്കെ സമഗ്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നോക്കി ആ ചോദ്യം ഉത്തരം അങ്ങ് പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് SCERT പാഠപുസ്തകം വായിക്കേ വേണ്ട. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സോഷ്യൽ സയൻസിനാണ് ചെയ്തെടുത്തേക്കുന്നത്, ഇത് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് SCERT നോക്കണ്ട, കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് കുറേ മാസങ്ങൾ, 3.5 മാസങ്ങളോളം എടുത്താണ് നമ്മൾ ഈ ഓരോ ചാപ്റ്റേഴ്സും എടുത്ത് വെച്ച് അതിൽ ഓരോ ഫാക്റ്റുകളും പോയിന്റുകളും ഒക്കെ നമ്മൾ നോക്കിപ്പോയി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്, ഈ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം നാടറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം നാടറിയാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ കേരള ഭൂപ്രകൃതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആദ്യം വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് കൊടുത്തേക്കുന്നത്. കേരളത്തിൻ്റെ പച്ചവിരിപ്പിൻ്റെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിഴക്കുയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്നൊഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ, ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. ശരിക്കും നമ്മുടെ കേരളം വളരെ മനോഹരമാണല്ലേ. എത്രമാത്രം കാണാനും ആസ്വദിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. എന്നിട്ട് പോലും ഈ കേരളം അടുത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ കുട്ടികൾ, യങ് ജനറേഷൻസ് വിദേശത്തെ ആകർഷിതമായി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ടാണ് അവർ കുട്ടികൾ ഇങ്ങനെ പോകുന്നതെന്ന്. കാരണം ഇവിടെ ജോലി സാധ്യതയൊക്കെ കുറവാണ് എന്നുള്ളതാണ് പറയുന്ന ഒരു റീസൺ. പക്ഷേ എന്നിരുന്നാലും അവിടെയും പോയി നമ്മൾ ജോലി ചെയ്യണ്ടേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ഒരു കേരള നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്വന്തം നാട്ടിൽ നമ്മൾ വിജയിച്ച് കാണിക്കുമ്പോഴല്ലേ അതിനൊരു സംതൃപ്തി നമുക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്രമാത്രം ഭൂപ്രകൃതിയാൽ സമ്പുഷ്ടമായതും അത്രമാത്രം ഭംഗിയുള്ളതുമാണല്ലേ. ഇവിടെ കേരളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭൂപടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നതെന്ന് ഇവിടെ രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് വേണ്ട, ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇതിനകത്ത് ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്തോളും. നമ്മളിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ ഫാക്റ്റുകളും പോയിന്റുകളും മാത്രം മതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ച് അവ ജനജീവിതത്തിൽ പുലർത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒരു അന്വേഷണമായാലും ഇതും എന്താണ് ആക്ടിവിറ്റിയാണ്. ഇവിടെ മുതലാണ് ശരിക്കും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണ്? കേരളത്തിൽ 3 തരം ഭൂപ്രകൃതി വിഭാഗമാണുള്ളത്. ഏതൊക്കെയാണ്? ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വയ്ക്കുക. എൻ്റെയോടൊപ്പം തന്നെ പഠിക്കുക. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഏറ്റു പറയുക കേട്ടോ. അപ്പോൾ കേരളത്തിന് എത്ര ഭൂപ്രകൃതി വിഭാഗമുണ്ട്? 3 ഭൂപ്രകൃതി വിഭാഗമാണ് കേരളത്തിനുള്ളത്. ഏതൊക്കെ? മലനാട്, പിന്നെ ഇടനാട്, പിന്നെയോ
തീരപ്രദേശം. അപ്പോൾ 3 ഭൂപ്രകൃതി വിഭാഗം കേരളത്തിനുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓരോ പ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. പിന്നെ ലക്ഷക്കടലിനോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനത്തെ അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. ഇനി നമുക്ക് ഓരോരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തെ 3 ഭൂപ്രകൃതി വിഭാഗമായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഏത്? മലനാട്. ഇനി മലനാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നൊരു അപ്പോൾ എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു രീതിയാണ് ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ മുകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മലനാട് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളും മലകളും പർവ്വതം ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കുന്നുകൾ, അതുപോലെ പർവ്വതങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിത സ്വഭാവമായ പ്രദേശമാണ് മലനാട്. ഉയർന്ന തോതിൽ മലനാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാടിൽ നിന്നാണ്. മലനാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളും മലകളും പർവ്വതം ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്ന് വിളിക്കുന്നത് മലനാട്. മലനാട് എന്ന് പറയുന്നത് മല എന്ന് വെച്ചാൽ എന്താ? ഉയരമുള്ള മലനാട്. നമുക്കറിയാലോ മല ഇങ്ങനെയാണ് ഉയർന്നല്ല നിൽക്കുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യാനും ഓർക്കുക കേട്ടോ. 75 മീറ്ററിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് എന്താണ് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ എപ്പോഴും ഇങ്ങനെ ഉയർന്നതായതുകൊണ്ട് കുന്നുകളും മലകളും പർവ്വതങ്ങളുമാണ് ഉള്ളത്. അതുപോലെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. കുന്നുകളും മലകളും പർവ്വതങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ 44 പ്രദേശം, അത് നമുക്കറിയാം പുഴകൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? എന്താണ്? വലിയ കുന്നിൻ ചെരുവുകളിൽ ഒക്കെയാണല്ലോ ഉത്ഭവിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 44 നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഇത്രയും പോയിന്റ് നിങ്ങൾ മറന്നു പോവില്ലോ, കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പാടില്ല. മലനാടെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. മല എന്ന് പറയുമ്പോൾ എന്താ? ഉയർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്നതാണ് കേരളത്തിൽ 44 നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മലനാടിൽ നിന്നാണ്. അതുപോലെ തന്നെ എന്താണ്? കുന്നുകൾ, വലിയ കുന്നുകളും എന്താണ് മലകളും പർവ്വതങ്ങളൊക്കെയാണ് ഈ ഭൂപ്രദേശത്ത് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിന് 75 മീറ്റർ മുകളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് ഇടനാടെന്ന് പറയുന്നത്. ഇടനാടിൻ്റെ പ്രത്യേകത എന്താണ്? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള നാട്. ഇടനാട് എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, ഏതിൻ്റെയൊക്കെ? മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിലുള്ള നാടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇടനാടെന്ന് വിളിക്കുന്നത്. ഇനി മലനാടിന് തീരപ്രദേശത്തിന് ഇടയിലുള്ള സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിൻ്റെ പ്രത്യേകത. എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. എത്ര മുതൽ എത്ര വരെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം സ്ഥിതി ചെയ്യുന്നത്. താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ പ്രത്യേകത. ഇനി തീരപ്രദേശം നോക്കാം. ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. കടൽ തീരത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ മാത്രമാണ് ഉയരം. എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ. മറ്റോടത്താണെങ്കിൽ ഇടനാടിലാണ് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? തീരപ്രദേശമാണ്. കടലിനോട് ചേർന്നാണിത് സ്ഥിതി ചെയ്യുന്നത് എന്നോട് ഓർക്കുക. അപ്പോൾ കേരളത്തിൽ 3 ഭൂപ്രകൃതി വിഭാഗം ഏതൊക്കെയാ? ഇടനാട്, മലനാട്, തീരപ്രദേശം. ഇനി കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലമുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേ. കേരളത്തിൽ എത്ര മഴക്കാലമുണ്ട്? 2 മഴക്കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. മറ്റൊന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. അങ്ങനെ 2 തരത്തിലുള്ള കാലാവസ്ഥയാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ തന്നെ പഠിച്ചേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. അങ്ങനെ 2 രീതിയിലുള്ള കാലാവസ്ഥ എന്തിനുണ്ട്? കേരളത്തിനുണ്ട്. ഇനി കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. അപ്പോൾ കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഈ സമയത്തൊക്കെ എന്താണ്? ചെറിയ ചെറിയ മഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ ലഭിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മഴയൊക്കെ ലഭിക്കുമ്പോൾ എന്താണ്? ആ ചൂടിന് ചെറിയൊരു ശമനവും കിട്ടുന്നു.
ഇനി മൺസൂൺ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. എന്താണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ മഴക്കാലം അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാലവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഓർത്ത് വെച്ചേ, നോട്ട് ചെയ്ത് വെച്ചേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെ കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്കിൽ നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകൾ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്ക് കാലാവസ്ഥകളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ എന്ത് വിളിക്കുന്നു? തുലാവർഷം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കേരളത്തിൽ എന്തെന്നാണ് വിളിക്കുന്നത്? തുലാവർഷം എന്ന് വിളിക്കുന്നു. അട്ടപ്പാടികളിലെ ഇരുളരുടെ പാട്ട് ശ്രദ്ധിക്കും. ഇവിടെ അട്ടപ്പാടി ഇരുള പാട്ട് കൊടുക്കുന്നു. ജീവജാവന നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രധാനമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെടുന്നത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ നിയന്ത്രിക്കുന്ന ജീവികളും ഇല്ല. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു പാട്ട് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കാണപ്പെടുന്ന 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എന്താണ്? 1000 വർഷങ്ങൾ വേണ്ടി വരുന്നു. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ചെങ്കൽ മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, വനമണ്ണുണ്ട് എന്നിവയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ, പുഴകൾ, നീരുറവകൾ, കുളങ്ങൾ ഒക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കനോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. അപ്പോൾ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? കേരളത്തിൻ്റെതെന്ന് പറയുന്നത്. സഹ്യപർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. നേരത്തെ മലനാട് പഠിച്ച് പറഞ്ഞല്ലേ, കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മലനാടിൽ നിന്നാണ്, ഭൂപ്രകൃതി വിഭാഗത്തു നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 40 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. അപ്പോൾ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഇത് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാടിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും ബാക്കി 40 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി എല്ലാ നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അങ്ങനെ മൊത്തം 44 നദികളാണ് കേരളത്തിലുള്ളത്. 44 നദികൾ ഉത്ഭവിക്കുന്നതും മലനാട്ടിൽ നിന്നാണെന്നും ഓർത്തു വയ്ക്കുക. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയിണ, പുതയിട തുടങ്ങിയ വിവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജലസംരക്ഷണം നടത്താം. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വളരെ വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. ബാക്കി മൊത്തം ഉപ്പ് കടലിലൊക്കെ വെള്ളം ഇങ്ങനെയാണ്, ഉപ്പ് കലർന്ന വെള്ളമാണ്. ശുദ്ധജലമൊക്കെ കൂടുതലും മഞ്ഞുകട്ടകളായിട്ടാണ് അന്റാർട്ടിക്ക പോലുള്ള ഭൂപ്രദേശങ്ങളിൽ കിടക്കുകയാണ്. അതിനകത്ത് 1% പോലും നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ശുദ്ധജലം ലഭ്യത എന്ന് പറയുന്നത് ശരിക്കും ലോകത്തെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണല്ലേ. ആ ഉള്ള ജലമാണെങ്കിലോ ഇന്ന് ദിവസം പ്രതി മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പദ്ധതികൾ നമുക്കത് പഠിക്കാട്ടത് ഉറപ്പായിട്ട് നമ്മൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ജലാശയം മലിനപ്പെടുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ് സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതി നമുക്ക് നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ നിർവഹിക്കുന്നതാണ് ആരാണ്? ഹരിത കേരളം മിഷൻ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. മലിനമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് നിർവഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തെളിനീരൊഴുകും നവകേരളം. തെളിനീരൊഴുകും നവകേരളം ആരുടെ പദ്ധതിയാണ്?
അതും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ. ജൽ ജീവൻ മിഷൻ ആരുടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. മലിനമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. ഇനി കേരളത്തിൻ്റെ വിളാവൈവിധ്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഓരോ ഭൂപ്രദേശത്തും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, അതുപോലെ സമുദ്രനിരപ്പിലുള്ള ഉയരം എന്നിവയെ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരിമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരിമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങൾ നെല്ല് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ്. പാലക്കാടും കുട്ടനാടും നെൽകൃഷിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഇപ്പോൾ കേരളത്തിലെ ജില്ലകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് ജില്ലയെക്കുറിച്ച് പഠിച്ചിപ്പോൾ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏത്? പാലക്കാട് എന്നല്ലേ. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവ് വാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിലെ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഭൂപ്രകൃതി മണ്ണിൻ്റെ സവിശേഷത ഇടനാടിന് വിളാവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. കാരണം എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ഏത്? റബ്ബർ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി മണ്ണിൻ്റെ സവിശേഷത ഇടനാട്ടിലെ വിളാവൈവിധ്യത്തിന് കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ വിളാവൈവിധ്യമുള്ളത് എവിടെയാണ്? ഇടനാട്ടിലാണ്. കാരണം ഭൂപ്രകൃതി മണ്ണിൻ്റെ ഒരു സവിശേഷതയുമാണ് അതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. തീരപ്രദേശത്ത് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്ന ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമായി. അപ്പോൾ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണ്? അത് നെൽകൃഷിയും തെങ്ങുമാണ്. തെങ്ങും നെല്ലുമാണ് തീരപ്രദേശത്തുള്ളത്. ഇടനാട്ടിലാണെങ്കിലോ മരച്ചീനി, ചേമ്പ്, ചേന, കിഴങ്ങു വർഗ്ഗങ്ങളൊക്കെയാണ് ഇടനാട്ടിൽ കൂടുതൽ കൃഷി ചെയ്യുക. മലനാട്ടിലാണെങ്കിലോ തേയില, കാപ്പി, കുരുമുളകൊക്കെയാണ് മലനാട്ടിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഓരോ ഭൂപ്രകൃതി ഭാഗത്തിലും മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായി അവിടുത്തെ കൃഷി രൂപപ്പെടുന്നത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ്. ഓണം ഒരു വിളവെടുപ്പ് മഹോത്സവം എന്നറിയാമല്ലോ. ഇതുപോലെ വിഷുവിനും വിളവെടുപ്പുമായി ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരള ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നാം ചർച്ച ചെയ്തല്ലോ. കൃഷി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല. ഏതൊക്കെ തൊഴിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ആളുകൾ ഏർപ്പെടുന്നത്? പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിലെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമാക്കുന്നതിന് നാം കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിന്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവിതത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് ജീവനുകൾ, അമൂല്യമായിട്ടുള്ള ജീവനുകൾ നഷ്ടപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഇടയ്ക്കൊക്കെ ഉണ്ടായ ഒരു ദുരന്തമൊക്കെ നമുക്കത് ഓർക്കാൻ പോലും വയ്യാല. അതുപോലെ 2004 കേരളത്തിലുണ്ടായ സുനാമിയൊക്കെ ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും കേരളത്തിൽ മാത്രമല്ല എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ചിത്രങ്ങളൊക്കെ 2019 ഉണ്ടായിരുന്നു കൊടുത്തു. 2020 പെട്ടിമുടിയിലുണ്ടായിരുന്ന ഉരുൾപൊട്ടലിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരിതങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരിത സമയത്ത് രക്ഷാപ്രവർത്തനം ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുക. ദുരിത സാധ്യത മേഖല മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങൾ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുക. ഭൂദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യം പ്രതിരോധിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക.
പ്രകൃതി ദുരന്ത നിവാരണത്തിലും ലഘൂകരണത്തിലുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഇതൊന്ന് ഓർത്തിരിക്കണേ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഇതൊരു തവണ PSC ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകൃതി ദുരന്ത നിവാരണത്തെ ലഘൂകരിക്കുന്നതിനെ പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പിൽ പെടാത്തത് ഏതെന്നായിരുന്നു ചോദ്യം കേട്ടോ. അപ്പോൾ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസ്ലാൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രകൃതി ദുരന്തങ്ങൾ നിവാരണ ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഭൂപ്രകൃതിയെക്കുറിച്ച്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കേരളത്തിൻ്റെ കാലാവസ്ഥ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിപ്പോയത്. പിന്നെ കുറച്ച് തെളിനീർ ഒഴുകുമായി ബന്ധപ്പെട്ട് കുറച്ച് സർക്കാർ പദ്ധതികൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് ഏജൻസീസ് നമ്മൾ നോക്കി. പിന്നെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഘൂകരണ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിച്ച് നോട്ട് എഴുതി പോകണം എന്നില്ല. നമ്മുടെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മളെല്ലാം ഇൻക്ലൂഡാണ്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഈ പോർഷൻസൊക്കെ ഫുള്ള് കവറായി പോകും. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും, ഒരുപാട് പോയിന്റുകൾ പഠിക്കാനായിട്ടും പറ്റും. അപ്പോൾ ആർക്കെങ്കിലും SCRTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഈ മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ്. ഇതിനകത്ത് SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.